മിസ് പ്രയർ പാടട്ടെ? പാടിക്കോ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേ കർമ്മഭൂമി തളിരിടുന്ന വനമേഘിയും നമ്മിൽ വാഴും ആദിനാമം ഇന്ന് വാഴ്ത്തിടാം. ഞങ്ങൾ പാടും ഈശ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചോരുവായ്ക്കും ഈ പദങ്ങൾ മൃദുലോലമാകണേ. കുഞ്ഞുനീരിനുൾക്കരങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലും അമിതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വനമേഘിയും നമ്മിൽ വാഴും ആദിനാമം ഇന്നു വാഴ്ത്തിടാം. ഹൃദയരാഗതന്ത്രി മീട്ടി. താങ്ക് യു മിസ്. Good afternoon, ma'am. Good afternoon. Good afternoon, everyone. My name is Avani. I would like to share today's thought of the day with all of you. Don't take rest after your first victory, because if you fail in the second, more lips are waiting to say that your first victory was just a luck. നിന്റെ ആദ്യ വിജയത്തിന് ശേഷം വിശ്രമിക്കരുത്, കാരണം രണ്ടാമത് നീ പരാജയപ്പെട്ടാൽ നിന്റെ ആദ്യ വിജയം വെറും ഭാഗ്യം മാത്രമായിരുന്നു എന്ന് പറയാൻ കൂടുതൽ ആളുകൾ കാത്തിരിക്കും. ഡോക്ടർ APJ അബ്ദുൽ കലാം. താങ്ക് യു മാം. Signing. Okay. Hi, good afternoon, ma'am. Good afternoon to all. Today I am here to tell you something about qualities of a good teacher. Strong subject knowledge, clear communicator, kind and caring, confident and positive, patience and adaptability, friendly behavior, flexible in approach, active and understanding, engaging capability, passionate about teaching, a good listener, innovative teaching methods, organized and efficiency, recognized individuality, dedicated to student growth. Thank you, ma'am. Signed by Sharanya. Okay. Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Ma'am, ഒരു കാര്യം പറയട്ടെ. മാം, മോനെ പാരന്റ്സ് മീറ്റിംഗ് ആണ് മാം. ഒരു ചാർട്ട് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫെക്ടർ ഗ്രോത്ത് ചാർട്ട്. കേട്ടില്ലടോ, എന്താ പറഞ്ഞേ? ഹലോ മാം, ഒരു ചാർട്ട് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാം. ചാർട്ടോ? ആ അപ്പൊ അത് കാണിച്ചു തന്നിട്ട് പോവാലോന്ന് വെച്ചിട്ടായിരുന്നു. ഒന്ന് മോനെ പാരന്റ്സ് മീറ്റിംഗ് ആണേ. ഗ്രോത്തിന്റെ അല്ലേ? അതെ. ഓക്കെ, കാണിച്ചു. ഒരു മിനിറ്റ്, കുറച്ച് ഫോൺ അകത്തി പിടിച്ചിട്ട് എടുക്കുക കേട്ടോ, അടുപ്പിച്ച് പിടിക്കണ്ട. ഓക്കെ, അതുകൊണ്ട് ഒന്ന് കാണിക്കാവോ ശരണ്യ? ഇത് ശരണ്യ വരച്ചാണോ? ശരണ്യെ വരച്ചതാണോ? ഇത് താഴെ എന്താ എഴുതിയിരിക്കുന്ന? താഴെ താഴെ ഓരോ മന്ത് ആണോ?
ആ അങ്ങനെ 9 month വരെ അല്ലേ? വെരി ആ അതെ ഗുഡ്. അതെ. ഓക്കെ, സൂപ്പർ. വരച്ച എന്താ ക്രയോൺസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്? എന്താണ്? പേസ്റ്റ് ആ ആണോ? ക്രയോൺസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഹസ്ബൻഡ് ഒരു ആർട്ടിസ്റ്റ് ആണ്, അപ്പൊ ആളൊരു ഇതുകൊണ്ട് വരച്ചതാണ്. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ടീച്ചർ ഡെവലപ്മെന്റ്. വെരി ഗുഡ്. നൈസ്. താങ്ക് യു മാം. എന്താണ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നത്? ഇന്നാണോ നിങ്ങളോട്? അല്ല മാം 19. 19. നെക്സ്റ്റ് വീക്ക്. ഓക്കെ ശരണ, താങ്ക് യു. ഇങ്ങനെയുണ്ടായിരുന്നു വെക്കേഷൻ ഒക്കെ വേണം? ഇന്ന് കാണിക്കണം മാം കഴിഞ്ഞ ചെയ്തവരൊക്കെ ഏ ഈ ചാർട്ട് ഇന്ന് കഴിഞ്ഞവരൊക്കെ കാണിക്കണം. ഇന്ന് കാണിക്കണ്ടേ? ഇനിയിപ്പോ ആൾക്ക് എന്താ പോകണമെന്ന് പറഞ്ഞിട്ട് കാണിച്ചതാ. ഞാൻ ഡേറ്റ് മറന്നു. 19-ാം തീയതി പറഞ്ഞല്ലേ? അതെ. എന്നെ ഇവിടെ ഒന്ന് കാണിച്ചാൽ മതി. നിങ്ങൾ ക്യാമറ ഓൺ ചെയ്തതൊന്ന് കാണിച്ചു തന്നാൽ മതി കേട്ടോ. ഗൂഗിൾ ക്ലാസ് റൂമിലൊന്നും നിങ്ങൾ സബ്മിറ്റ് ചെയ്യണ്ട. ഓക്കെ, അത് നമ്മൾ വൈവാട് സമയത്ത് ഒന്നുകൂടി കാണിക്കാനുള്ളതാണ്. എല്ലാവരും ചെയ്യണം. എങ്ങനെ ഉണ്ടായി പറയൂ? വെക്കേഷൻ എങ്ങനെ ഉണ്ടായി? നന്നായിരുന്നു. ഓണൊക്കെ ആഘോഷിച്ചോ? ഇവിടെ നിന്ന് ആഘോഷം കൊണ്ടാണല്ലോ നിങ്ങൾ വീട്ടിലോട്ട് പോയത്. അടിപൊളിയായിരുന്നു. വീഡിയോസ് കണ്ടപ്പോ എന്ത് തോന്നി നിങ്ങളുടെ? അടിപൊളി ഡാൻസിങ് ഒക്കെ, തിരുവാതിര മുതല് എല്ലാം അടിപൊളിയായിരുന്നു മിസ്മാരുടെ. ആ, ഞങ്ങളുടെയാണോ? ഞാൻ നിങ്ങളുടെ കയ്യിൽ ചോദിച്ച. മിസ്സുമാര് ഞങ്ങളെക്കാളും തണുപ്പ് പോയി. ഞങ്ങൾ ചെണ്ടമേളം കണ്ടിരുന്നോ നിങ്ങള്? ഓക്കെ, നിങ്ങളുടെ പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു? സോങ്ങിന്റെ ഒരു പ്രശ്നം ഒഴിച്ച് ബാക്കി ഒരു കുഴപ്പമില്ലായിരുന്നു മിസ്സേ. എല്ലാരും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ആ വീഡിയോ ക്രിയേറ്റ് ചെയ്ത ആരാണ്? നിങ്ങളാണോ? അതെ, റോസ്മിയാണ്. റോസ്മി. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു സെഷൻ ചെയ്തിരുന്നല്ലേ? ഇൻസ്റ്റന്റ് ആയിട്ട് ടോപ്പിക്സ് കൊടുത്തിട്ട് നിങ്ങളെ കൊണ്ട് സ്പീച്ച് ചെയ്യിപ്പിച്ചിരുന്നല്ലേ? അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാത്തവരുണ്ടോ ആരെങ്കിലും? എത്ര പേര് ചെയ്യാനുണ്ട്? എഴുതി വെച്ചില്ല പേരുകൾ. 7 ടോപ്പിക്സോളം നമ്മൾ അന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്തു അല്ലേ? ഓക്കെ, ചെയ്യാത്തവരൊന്ന് പറയാമോ? ആരൊക്കെ ചെയ്യാത്തത്? മാം ഞാനിപ്പോ ക്ലാസ്സിൽ കയറിയതേ, ഒന്നുകൂടി പറയാവോ എന്താ പറഞ്ഞേന്ന്? നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു സെഷൻ ചെയ്തിരുന്നു അല്ലെ? സ്പീച്ചിനെ പറ്റി ഒരു ടോപ്പിക്സ് കൊടുത്തിട്ട് നിങ്ങളെ കൊണ്ട് സംസാരിച്ചിരുന്നു. ഒരു ടോപ്പിക്സ് കൊടുത്തിട്ട് അത് ചെയ്യാത്തവരുണ്ടോന്നാണ് ചോദിച്ചിരുന്നത്. ടോപ്പിക് ഇതാണ്. ഞാൻ പേര് വിളിച്ചോളേനി. ചെയ്തവരാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ് ടോപ്പിക്. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം എന്താണ്? നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ അതിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ. ഒരുപാട് വേണ്ട, ലെങ്തി ആയിട്ട് വേണ്ട, എല്ലാവരെയും കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാം. നമ്മൾ ഈ സെഷൻസ് ഇപ്പൊ തന്നെ ചെയ്തു പോകുന്നുണ്ടാണോ? ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ക്ലാസ്സുകൾ കൂടും, പോർഷൻസ് എടുത്ത് തീർക്കണം. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ആക്ടിവിറ്റീസ് ഓൺലൈനിൽ ചെയ്യിപ്പിക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പൊ ആദ്യം മുതൽ അങ്ങ് തീർത്ത് വെക്കാൻ ഓർത്തിട്ടാണ് വേഗം എടുക്കുന്നത് കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ ടോപ്പിക് ഇതാണ്, ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ. ഞാൻ പേര് വിളിക്കണോ? ആരെങ്കിലും ബില്ലിംഗ് ആയിട്ടുണ്ടോ? മിസ് പേര് വിളിച്ചോ? അതാ നല്ലത്. ഷാരിമോൾ. അയ്യോ അയ്യോ എന്നൊരു എക്സ്പ്രഷൻ. മോണ്ടിസോറി പഠിക്കുന്ന ടീച്ചറിന് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് എന്തായാലും പറയാൻ പറ്റും. പറഞ്ഞോ, അറിയാവുന്ന പോലെ പറഞ്ഞാൽ മതി. Good afternoon, ma'am, and all my friends. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
നമ്മുടെ അറിവ്, അതായത് നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടെ ചുറ്റുപാട് നിന്നും നമ്മുടെ ഫാമിലിയിൽ നിന്നും ഒക്കെ ലഭിക്കുന്ന അറിവുകളെയാണ് വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ബേസിക് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ ഒരു കുട്ടി ജനിക്കുമ്പോഴേക്കും അവന്റെ വീട്ടിൽ നിന്നാണ് ഓരോരോ പാഠങ്ങൾ അവൻ പഠിച്ച് വരുന്നത്. അതിനുശേഷമാണ് വിദ്യാലയങ്ങളിലേക്കും മറ്റും അവൻ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് എപ്പോഴും വീട് തന്നെയാണ്. അവിടുന്ന് കിട്ടുന്ന അറിവുകളിൽ നിന്നുമാണ് അവന്റെ ബേസിക് ആയിട്ടുള്ള വികാസങ്ങളെല്ലാം നടക്കുന്നത്. അത് വെച്ചിട്ടായിരിക്കും പിന്നീട് അങ്ങോട്ട് ബിഹേവ് ചെയ്യുന്നതും മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് അവരുടെ വീട്ടിലെ അമ്മയും അച്ഛനും ചുറ്റുപാടുമുള്ള ആൾക്കാരും പെരുമാറുന്നതിൽ നിന്നായിരിക്കും. പിന്നെ ഇന്നത്തെ തലമുറയിൽ വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടായാലും വിദ്യാഭ്യാസം മസ്റ്റാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ വിദ്യാഭ്യാസം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിടത്ത് ചെന്നാലും ഒരു പരിഗണനയോ അല്ലെങ്കിൽ നമുക്കൊരു വിദ്യയുള്ളവനെ എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെതായ ഒരു വില എല്ലാവരും നൽകും. നമ്മൾ പറയും പോലെ വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന് പറയുന്നത് പോലെ തന്നെ എത്ര ധനമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എത്ര നല്ല രീതിയിൽ ബിസിനസ് ചെയ്തു വലിയ നിലയിൽ എത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് പണ്ടത്തെ തലമുറയിൽ ചിലപ്പോൾ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള ഒരു സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പോഴത്തെ തലമുറയിൽ മാക്സിമം എല്ലാവരും വിദ്യാഭ്യാസം എന്നത് മാക്സിമം പറ്റുന്നത്രയും കൈവരിക്കാൻ ശ്രമിക്കണം. ഒന്നുകൂടി ഞാൻ പറയുന്നു, വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, ചായമോളി ഇടിവെട്ടിയവനെ പാമ്പ് അടിച്ചു എന്ന് പറഞ്ഞ അവസ്ഥയിലായിരുന്നത് അല്ലേ? വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് നന്നായി സമാധാനമായിട്ട് വന്നിരുന്നു. നമുക്ക് ഇതേ കൊടുക്കുന്ന ടോപ്പിക് പറയാൻ പറ്റണം കണ്ടോ, പറയാൻ പറ്റണം. അങ്ങനെ പറയാൻ പറ്റുന്ന അറിയില്ലെങ്കിൽ പോലും വാക്കുകൾ കൂട്ടിച്ചേർത്ത് അത്ര ഒപ്പിച്ചില്ലേ? താങ്ക് യു. ഈ ടോപ്പിക്കിന് ഒരാൾക്ക് കൂടി പറയാം. ആരാണ്? മേഘ കെ എം. കേൾക്കുന്നുണ്ട് മിസ്? പറഞ്ഞോ. വിദ്യാഭ്യാസം എന്നത് നമ്മുടെ അറിവും അതുപോലെ തന്നെ ചിന്താശേഷിയൊക്കെ വികസിപ്പിക്കാനും നമുക്ക് തീരുമാനം എടുക്കാനും, അതായത് നല്ല തീരുമാനം, അതായത് ശരിയായ തീരുമാനം, ശരിയല്ലാത്ത തീരുമാനമൊക്കെ വേർതിരിച്ച് അറിയാനും ഒക്കെ സഹായിക്കും വിദ്യാഭ്യാസം. പിന്നെ നല്ലൊരു വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ കരിയർ, അതായത് ജോലി, അതുപോലെ കരിയർ, സാമ്പത്തിക സുരക്ഷ, അതിനൊക്കെ നമുക്ക് സഹായിക്കുന്ന ഇതാണ് എഡ്യൂക്കേഷൻ. പിന്നെ നമുക്ക് തന്നെ നമ്മുടെ ചുറ്റുപാടിൽ തന്നെ വിദ്യാഭ്യാസം ഉള്ളവർക്ക് തന്നെ നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു എന്താ പറയാ, നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു മാറ്റങ്ങൾ വരുത്താനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ സഹായിക്കാം വിദ്യാഭ്യാസം ഉള്ളവർക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ നല്ല സംസ്കാരം, അതായത് സ്വഭാവത്തിലായാലും പെരുമാറ്റത്തിലായാലും പിന്നെ നല്ല കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റും. പിന്നെ നല്ല മൂല്യങ്ങൾ, പിന്നെ നമുക്ക് സഹനശേഷി, മറ്റുള്ളവരുടെ മനസ്സിലാക്കാനുള്ള ഒരു ഇതൊക്കെ നമുക്ക് വിദ്യാഭ്യാസം കൊണ്ട് പറ്റുന്നുണ്ട്. പിന്നെ പലതരത്തിൽ നമുക്ക് ഇപ്പൊ തന്നെ ഗവേഷണങ്ങൾ, അതുപോലെ സയൻസിൽ അങ്ങനെ കുറെ കാര്യങ്ങൾ വിദ്യാഭ്യാസം കൊണ്ടാണ് നമുക്ക് ഒക്കെ പറ്റുന്നത്. പിന്നെ നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ അവകാശങ്ങളും അതുപോലെ ഉത്തരവാദിത്തങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. നെക്സ്റ്റ് ലുത്തിയ ടോപ്പിക് വരട്ടെ. ക്യാമറ ഓഫ് ചെയ്ത് അവിടെ ഇരിക്കാൻ പോയതായിരുന്നു, പെട്ടെന്നായിരുന്നു വിളിച്ചത് അല്ലേ? അല്ല മിസ്സേ, ഞാൻ വെറുതെ അല്ല, ക്യാമറ ഓൺ ആക്കി ഫോണോ പോണ്ടേ ടോപ്പിക്ക് കേട്ടിട്ടൊന്നും പോകാൻ വിചാരിച്ചത്. പക്ഷെ ടോപ്പിക്ക് പറയണെങ്കിൽ വിളിച്ച് വരാനുള്ള സമയം വരുന്നത്. ഓക്കെ, ലുതിയുടെ ടോപ്പിക് ഹാർഡ് വർക്ക് ഈസ് ദ സക്സസ്. ഹാർഡ് വർക്ക് ഈസ് ദ കീ ടു സക്സസ്. ഹാർഡ് വർക്ക് ഈസ് ദ കീ ടു സക്സസ്. ഇതിനെ പറ്റി എന്താണ് അഭിപ്രായം? എല്ലാവർക്കും കൂടി പറയോ? കേൾക്കുന്നില്ല ലുതിയ? ഒന്നുകൂടി ടോപ്പിക് ഒന്ന് പറയോ? എഴുതി വെച്ചിട്ട് പറയാനാണ് അല്ലേ? വെരി ഗുഡ് ഐഡിയ കേട്ടോ.
ഇതിനെ പറ്റുമോ ടോപ്പിക്? നോട്ട് ചെയ്ത് വെക്കാനാണോ വിദ്യക്ക്? ഹാർഡ് വർക്ക്. ഹാർഡ് വർക്ക് ഈസ് ദ കീ ടു സക്സസ്. ആണോ? യെസ് ഓർ നോ? എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് ഈസ് കീ ടു സക്സസ് എന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമുക്ക് എന്ത് നമ്മൾ ചെയ്യുമ്പോഴാണെങ്കിലും ഒരു പരിശ്രമം നമുക്ക് എന്തായാലും വേണം. അതിലൂടെ തന്നെ നമുക്കൊരു വിജയം നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതായത് അത് പരാജയപ്പെട്ടാലും നമ്മൾ പരിശ്രമിച്ചു എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലൈഫിൽ നമുക്ക് ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും നമ്മൾ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അല്ലാതെ അത് ഒരു പങ്കെടുക്കാതെ നമുക്കൊരു വിജയം ലഭിക്കുന്നു നമ്മൾ ചിന്തിക്കാനായിട്ട് പാടില്ല. വിദ്യാഭ്യാസത്തിന്റെ കാര്യമാണെങ്കിലും നമ്മുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ അതിനനുസരിച്ച് നമ്മൾ അതിനെ എഫേർട്ട് എടുത്താൽ മാത്രമേ നമുക്കൊരു എന്താ പറയാ ഒരു സക്സസ് നമുക്ക് ലഭിക്കുള്ളൂ. അതായത് ഇവൻ നമ്മൾ ചെയ്യുന്ന ഒരു വർക്കിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്താൽ മാത്രമേ അതിനുള്ള ഒരു വാല്യൂ നമുക്ക് ലഭിക്കുള്ളൂ. സോ നമ്മുടെ എഫേർട്ട് എന്ന് പറഞ്ഞാൽ അതിന് മസ്റ്റായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തില് നമ്മൾ സ്റ്റാർട്ടിങ് ടു എൻഡ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളിലും നമുക്ക് നമ്മുടേതായ നമ്മളെ കൊണ്ട് എത്ര പറ്റാവുന്നു അതുപോലെ നമ്മളത് ഫുള്ളായിട്ട് ചെയ്യണം. അതായത് നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിക്ക് നമ്മളത് ഓക്കെ ആക്കിയാൽ മാത്രമേ നമുക്ക് അതിന്റെ ഒരു വാല്യൂ നമുക്ക് ലഭിക്കുള്ളൂ. സോ നമ്മളെ എഫേർട്ട് ഒന്നും കൊടുക്കാതെ നമുക്കത് ലഭിക്കണം എന്ന് പറയാൻ പാടില്ല. നമ്മളെ കൊണ്ട് പറ്റാവുന്ന നമ്മുടെ ഫുള്ളായിട്ട് നമ്മളെ അതില് നമ്മളെ ഇൻവോൾവ് ചെയ്താൽ മാത്രമേ എന്തൊരു കാര്യത്തിനും ഒരു സക്സസ് ഉണ്ടാവുള്ളൂ. അതായത് ഇപ്പൊ വിദ്യാഭ്യാസം ആണെങ്കിലും നമ്മളിപ്പോ ഒരു ടീച്ചറാവാൻ പഠിക്കുകയാണ്. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഓരോ വർക്കുകൾ ചെയ്യുകയാണെങ്കിലും എല്ലാം നമ്മളത് ചെയ്താൽ മാത്രമേ നമുക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ കുട്ടികൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ലൈഫിൽ എന്ത് കാര്യമാണെങ്കിലും അങ്ങനെ പറ്റുള്ളൂ. നമ്മുടെ ലൈഫിൽ ഇപ്പം എന്തെങ്കിലും ജോലിയാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ആർക്കും പറഞ്ഞു കൊടുക്കുകയാണെങ്കിലും ഇപ്പൊ വിദ്യ എന്ന് പറയുന്നത് നമ്മൾ വിദ്യാഭ്യാസം ആണെങ്കിലും നമ്മളെ കൊണ്ട് അറിയാവുന്ന നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രമേ നമുക്ക് അതിന് ഒരു ജീവിതത്തിൽ ഒരു ഡെവലപ്മെന്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. അല്ല, വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു. ഓക്കെ, എന്താണ് ബുദ്ധിമുട്ടായോ ടോപ്പിക്? ഇല്ലില്ല. ഓക്കെ, ശരി. രമ്യ കെ, സെയിം ടോപ്പിക്. ഹാർഡ് വർക്ക് ഈസ് ദ കീ ടു സക്സസ്. ഓക്കെ, ഹാർഡ് വർക്ക് ഈസ് ദ കീ ടു സക്സസ് എന്ന ശൈലിയോട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നേട്ടത്തിലേക്കുള്ള ശരിക്കുള്ള ഒരു പരിശ്രമം ആണ് ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ സമർപ്പണഭാവവും അതുപോലെ തന്നെ നമ്മൾ എത്രത്തോളം അതിലേക്ക് ഡീപ്പായിട്ട് കടന്നു ചെയ്ത് നമ്മുടെ റിസൾട്ട് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതിനനുസരിച്ചുള്ള ഫലമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ കേട്ടിട്ടുള്ള കഥ, ഒരു ചിലന്തി വല കെട്ടുന്ന കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവും. എത്ര ആ ചിലന്തി ആ വല കെട്ടും തോറും താഴെ വീഴുമ്പോഴും വീണ്ടും വീണ്ടും അത് കയറി കെട്ടുന്നതിലൂടെ ആ ഒരു രാജാവിന് അധ്വാനത്തിന്റെ ഫലം എന്താണെന്ന് മനസ്സിലാക്കുന്നതിലൂടെ രാജാവ് മുന്നേറുന്നു. അപ്പം നമ്മൾ ചെയ്യുന്ന പരിശ്രമത്തിന്റെ ഫലം കണ്ടിട്ട് മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമാകാറുണ്ട്. പിന്നെ ഏതൊരു പ്രവൃത്തിക്കും അതിൻ്റെതായ മാക്സിമം നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ അതിനുള്ള ഔട്ട്പുട്ട് കിട്ടുന്നുള്ളൂ. പറഞ്ഞാണ് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഹാർഡ് വർക്ക് ചെയ്ത സക്സസിലേക്ക് എത്തിച്ചേരും ആണോ? തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും. യെസ്, വെരി ഗുഡ്. യെസ്, ഇനി അടുത്തത് ആരാണ്? The power of positive thinking. The power of positive thinking. അനുമോൾ. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞത് ദി പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് എന്നാണ്. നമ്മളെല്ലാവരും മോണ്ടിസോറി ടീച്ചേഴ്സ് ആവാൻ പഠിക്കുന്നവരാണ്. നമ്മൾ എപ്പോഴും ഒരു പോസിറ്റീവ് തിങ്കർ ആയിരിക്കണം. എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുക. നമ്മളിപ്പോ പഠിപ്പിക്കാൻ പോകുന്ന സ്കൂളിലായാലും കുട്ടികളോടായാലും എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ഉള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രം സംസാരിക്കുക. അവര് നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളും സംസാരിക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലാണെങ്കിലും ശരി, നമുക്ക് പരാജയങ്ങൾ ഉണ്ടാവാം.
കഠിനമായിട്ട് പരിശ്രമിച്ചാലും നമുക്ക് പരാജയം ഉണ്ടാവാം. പക്ഷെ നമ്മൾ പോയോ മടുത്തു പോയി, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിരുന്നാലും, അങ്ങനെ പറഞ്ഞിരുന്നാൽ നമ്മൾ തോൽവി മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ എനിക്ക് പറ്റും, ഞാനത് ചെയ്തിരിക്കും, എനിക്ക് ജയിക്കണം, എൻ്റെ ജീവിതത്തിൽ നമുക്ക് നല്ലൊരു ജോലി വേണം, അങ്ങനെ ഒരു പോസിറ്റീവായിട്ടൊരു തിങ്കിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിൽ നമുക്ക് മുന്നേറാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ എത്ര ദാരിദ്ര്യത്തിൽ കിടന്നാലും ശരി, നമുക്കൊരു പോസിറ്റീവായിട്ട് ഒരു തിങ്കിങ്, എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ജീവിതം മാറി മറിയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ചിലരുണ്ട്, എന്തൊരു ചെറിയ കാര്യം ഉണ്ടെങ്കിലും തന്നെ എപ്പോഴും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. എന്നെ കൊണ്ട് പറ്റില്ല, അതൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് പറ്റുകയില്ല, ഇതെന്താ എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്, അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കാതെ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് നമുക്ക് പറ്റും, നമുക്ക് എന്തായാലും ചെയ്താൽ പറ്റൂ, നമ്മുടെ കുറെ കാര്യങ്ങളുണ്ട്, നമുക്ക് തടസ്സങ്ങൾ നിൽക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, അതെല്ലാം മാറ്റി വെച്ച് നമുക്ക് എന്തായാലും പരിശ്രമിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് ഒരു തിങ്കിങ് ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉറപ്പായിട്ടും മുന്നേറും. നമ്മളത് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുകയും, കുട്ടികളാണെങ്കിലും ശരി, അവർക്കത് നമ്മളൊരു പ്രചോദനമായിട്ട് അവരിൽ നിൽക്കുകയും വേണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. Okay, thank you. Yes. കുട്ടികൾ കുറവാണ് ക്ലാസ്സിൽ നിന്ന്. അത് പേരന്റ്സ് മീറ്റിംഗ് ഉണ്ട്, LKG UKG ഒക്കെ. അപ്പൊ കുറെ പേര് അതിന് പോയിട്ടുണ്ട്. സ്കൂളിലെ കുട്ടികളുടെ മീറ്റിംഗ് ഉണ്ട്, ഓപ്പൺ ഹൗസിന്റെ ഒക്കെ മീറ്റിംഗ് ഉണ്ട്. ശ്രുതി ശ്യാം ഉണ്ടോ? ശ്രുതി ശ്യാം. ശ്രുതി. യെസ് മിസ് ഉണ്ട്. മൈക്ക് ഓൺ ആക്കാൻ താമസിച്ചതാ. ഓക്കെ, ടോപ്പിക് അറിയാലോ? The power of positive thinking. ശ്രുതി കേൾക്കുന്നുണ്ടോ? ഹലോ. കേൾക്കുന്നുണ്ടോ ശ്രുതി? കേൾക്കുന്നുണ്ട് മാം. പോസിറ്റീവ് തിങ്സ് അല്ലായിരുന്നോ? അല്ലേ മാം? അതെ അതെ, പറഞ്ഞോളൂ. ഇന്നിവിടെ ഞാൻ പറയുന്നത് പോസിറ്റീവ് ചിന്തകളെ പറ്റിയാണ്. ഒട്ടും പോസിറ്റീവ് ചിന്തയില്ലാത്ത എനിക്കാണ് ഈ ടോപ്പിക്ക് കിട്ടിയിരിക്കുന്നത്. സത്യം, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഞാൻ പിന്നോക്കം ചിന്തിക്കുന്ന ഒരാളാണ്. സത്യം, ഒരു ചെറിയ നെഗറ്റീവ് കിട്ടിയാൽ അതിൽ പിടിച്ച് തൂങ്ങി പിന്നെ അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, എനിക്ക് തന്നെ അങ്ങനെ ഒരു തോന്നലുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള എനിക്ക് പോസിറ്റീവ് ചിന്തകൾ എന്ന് പറഞ്ഞാൽ പൊതുവേ കുറവാണ്. അങ്ങനെ ഈ ടോപ്പിക്കിനെ പറ്റി ശ്രുതിക്ക് ഇപ്പൊ പറയാൻ പറ്റിയാല് ശ്രുതിയുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് തിങ്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അത് ആദ്യമായിട്ട് അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മിസ്സായിരിക്കും. ഓക്കെ, എന്നാ പറഞ്ഞോ. പക്ഷേ എന്ത് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ അതെല്ലാം നേരിട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നൊരു ചെറിയൊരു തോന്നൽ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ സക്സസ്ഫുൾ എന്ന് ലൈഫ് എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റും. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത്. അത് എനിക്ക് കോൺഫിഡൻസ് ആയിട്ട് ഈ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റി എന്നുണ്ടെങ്കിൽ അതെൻ്റെ മനസ്സിൻ്റെ പോസിറ്റീവ് ചിന്ത കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ക്ലാസ് എനിക്ക് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് തന്നെ എൻ്റെ ഭാഗ്യം. കാരണം പകുതി ലൈഫ് വെച്ച് സ്റ്റഡി എന്നൊരു സംഭവം എൻ്റെ മനസ്സിലില്ലായിരുന്നു. കാരണം പഠിക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളായിരുന്നു. ആ ഒരു മൈൻഡുള്ള എന്നെ ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് വന്നത് തന്നെ ഈ ഒരു ക്ലാസ്സും പിന്നെ ഞങ്ങളുടെ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിലൂടെയാണ് ഒരു പോസിറ്റീവ് എനർജി എനിക്ക് കിട്ടിയത്. ആ ഒരു എനർജി എനിക്ക് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഇപ്പം എനിക്ക് ഈ ഒരു മൈക്ക് ഓണാക്കി എനിക്ക് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുക. പോസിറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് നേടിയെടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഓക്കെ, വെരി ഗുഡ്. അത്രേ ഉള്ളൂ പോസിറ്റീവ് തിങ്ക്. ശ്രുതി ഓക്കെ അല്ലേ? ഓക്കെ മാം. എനിക്ക് തോന്നുന്നു ലൈഫ് റിലേറ്റഡ് ടോപ്പിക് വരുമ്പോഴാണ് കുറച്ചുകൂടി നിങ്ങൾ സംസാരിക്കുന്നത്. കുറച്ച് കഠിനമായ ടോപ്പിക്സ് വരുമ്പോൾ അതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് തെന്നി മാറുന്നുണ്ട്. അതായത് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് സംസാരിക്കുമ്പോഴല്ലേ കുറച്ചുകൂടി എളുപ്പം നോക്കി അല്ലേ? ശരിയാണ്. ഓക്കെ, വേറൊരു ടോപ്പിക് ഇടാം.
Benefits of getting up early. Benefits of getting up early. രാവിലെ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ വലിയ ഗുണങ്ങളുണ്ടോ? രാവിലെ എണീക്കാത്ത കാര്യങ്ങളായിരിക്കും ഈ ടോപ്പിക് കിട്ടാൻ പോണത്. നേരത്തെ എണീക്കാത്തവർക്ക്. വിളിക്കാം, പേര് വിളിക്കാം. ഐശ്വര്യ ബ്രനീഷ്. ഐശ്വര്യ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. രാവിലെ നമുക്ക് ഒരു പറയട്ടെ മാം. പറഞ്ഞോ. നമ്മള് രാവിലെ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ പോസിറ്റീവ് എനർജീസ് കൂടുതൽ കണ്ടുവരുന്നത്. അപ്പോ ഒരു അതിരാവിലൊക്കെ എണീക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അന്ന് ചെയ്യാൻ പോണ ഒട്ടുമിക്ക കാര്യങ്ങളെ പറ്റി പറഞ്ഞോ ഇഷ്ടമുള്ള പോലെ പറഞ്ഞോ. അങ്ങനത്തെ ഒരു വെപ്രാളപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യാം വൈകി എണീക്കുന്ന ആൾക്കാർക്ക്. അപ്പൊ നമ്മൾ നേരത്തെ എണീക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ക്രമീകരിച്ച് അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതുപോലെ തന്നെ കേൾക്കില്ല മിസ്. ഐശ്വര്യയുടെ അഭിപ്രായത്തിൽ എത്ര മണിക്ക് ഒരാൾ എഴുന്നേൽക്കണമെന്നാണ് ഐശ്വര്യ അഭിപ്രായപ്പെടുന്നത്? ഒരു 6 മണിയൊക്കെ ആവുമ്പോഴേക്കും. 6 മണി. ഓക്കെ. ചില സാഹചര്യം അനുസരിച്ചല്ലേ, ചിലർ കുഞ്ഞു പിള്ളേരുണ്ടാവും. അപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ ഓരോ ഇതനുസരിച്ചാണ് നമ്മൾ എണീക്കുന്നത്. ചിലപ്പോ അവർക്കുള്ള വയ്യായികയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാവും എണീക്കുക. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ സാധാരണ നേരത്തെ എണീക്കാനാണ് നമ്മുടെ ശരീരത്തിനും എല്ലാത്തിനും നല്ലത്. ഒരു ഉന്മേഷവും എല്ലാം ഉണ്ടാവും രാവിലെ എണീക്കുകയാണെന്നുണ്ടെങ്കിൽ. താങ്ക് യു. നെക്സ്റ്റ് ആരെങ്കിലും വില്ലിംഗ് ആണോ പറയാൻ? താര ഹിമേഷ്. താര. സൗമ്യ സജി. സൗമ്യ. മിസ്. സൗമ്യ പറയൂ. ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് രാവിലെ എഴുന്നേൽക്കുന്നതിനെ പറ്റിയാണ്. പൊതുവെ രാവിലെ എഴുന്നേൽക്കാത്ത ഒരാളാണ് ഞാൻ. കുഞ്ഞുണ്ട്. പക്ഷെ നേരത്തെ കുഞ്ഞാകുന്നതിന് മുന്നേയൊക്കെ ഞാൻ രാവിലെ എഴുന്നേൽക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ജോലിക്കൊക്കെ പോകണമായിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും വിചാരിക്കും രാവിലെ എഴുന്നേൽക്കണമെന്ന്, പക്ഷേ നടക്കാറില്ല. പക്ഷെ രാവിലെ എഴുന്നേൽക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി കിട്ടുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ്. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ മൈൻഡ് ഫ്രീ ആയിരിക്കും. നമുക്കത് മൈൻഡ് കൂളായിട്ട് ഇറങ്ങാൻ പറ്റും. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ലേറ്റായിട്ട് നമ്മൾ എഴുന്നേൽക്കുകയാണെങ്കിൽ ഒരു കാര്യവും വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുകയില്ല. നല്ലപോലെ അത് സക്സസ് ആവുകയില്ല. ടെൻഷൻ ആയിരിക്കും നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത്. പക്ഷെ നമ്മൾ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് രാവിലെ എഴുന്നേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഓർത്ത് വെച്ച് നമുക്ക് ചിട്ടയായിട്ട് നമ്മുടെ ലൈഫ് സിസ്റ്റമാറ്റിക് ആയിട്ട് പോകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് രാവിലെ എഴുന്നേറ്റ് നമുക്ക് എന്തെല്ലാമാണോ ഡ്യൂട്ടികൾ അത് കൃത്യതയോടെ ചെയ്യുക എന്നുള്ളതാണ്. ലേറ്റായിട്ട് എഴുന്നേറ്റാൽ ടെൻഷൻ അല്ലാതെ അത് ഹറിയപ്പായി പോകും. വളരെ ഇപ്പോൾ നമ്മൾ കിച്ചണിലേക്ക് കയറുകയാണെങ്കിൽ തന്നെ നമ്മൾ താമസിച്ചു പോയാലും എല്ലാം നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരികയില്ല. എല്ലാം ടെൻഷൻ ആയിരിക്കും. കൂടുതലും നമുക്ക് കിട്ടുന്ന നമ്മൾ ചെയ്യുമായിരിക്കും, കറക്റ്റ് ടൈമിൽ ചെയ്യുമായിരിക്കും. പക്ഷെ അത് കൂടുതലും നമ്മൾ ടെൻഷന്റെ രീതിയിലായിരിക്കും ചെയ്യുന്നത്. പക്ഷെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കറിക്കുള്ളതെല്ലാം അരിഞ്ഞു വെച്ച് നമ്മൾ പതുക്കെ കാമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് റെസ്റ്റ് എടുക്കാനും ടൈം കിട്ടും. മറ്റ് എന്തെങ്കിലും ആക്ടിവിറ്റികൾ ചെയ്യാനും പറ്റും. നമ്മൾ താമസിച്ച് എഴുന്നേൽക്കുകയാണെങ്കിൽ നമുക്ക് വിരലിൽ എണ്ണാവുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. നമുക്ക് കുറെ തിങ്കിങ് ചെയ്യാനും
കുറെ കാര്യങ്ങൾ വൃത്തിയായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ലൈഫിൽ നല്ലത് രാവിലെ എഴുന്നേൽക്കുന്നതാണ്. നമുക്ക് എനർജി കിട്ടും, നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് ഉണ്ടാകും. പിന്നെ നമുക്ക് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനോ അങ്ങനെ എന്തെല്ലാം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് രാവിലെ എഴുന്നേൽക്കുന്നത് കൊണ്ട് കിട്ടും. നമ്മുടെ മൈൻഡ് വളരെ ഫ്രീ ആയിരിക്കും. നമുക്ക് ഹാപ്പിനെസ് വരെ കിട്ടാൻ നമുക്ക് രാവിലെ എഴുന്നേൽക്കും. ലേറ്റ് ആകുമ്പോൾ അയ്യോ താമസിച്ചല്ലോ എന്നൊരു നെഗറ്റീവ് ചിന്തയോടായിരിക്കും നമ്മൾ എഴുന്നേൽക്കുന്നത്. പിന്നെ ജോലിയൊക്കെ ചെയ്യുന്നവരുണ്ട്, അവര് മാക്സിമം നേരത്തെയാണ് എഴുന്നേൽക്കുന്നത്. അപ്പോൾ അവർക്ക് ജോലിക്ക് പോകാനെല്ലാം സാധിക്കും. അപ്പോൾ ഏറ്റവും നല്ലത് രാവിലെ എഴുന്നേൽക്കുന്നതാണ്. അത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. Okay, Soumya, thank you. Next, importance of patience. Importance of patience. Rosmi Jojo. Rosmi. നിങ്ങൾ ടോപ്പിക് എഴുതിയെടുക്കണില്ല എല്ലാവരും? നോട്ട് ചെയ്തോണോ കേട്ടോ. ഒന്നുകൂടി പറയോ? ഇമ്പോർട്ടൻസ് ഓഫ് പേഷ്യൻസ്. റോസ്മിക്ക് നല്ല ക്ഷമയുണ്ടോ? ആ ക്ഷമ കുറവുള്ള ആളാണ് ഞാന്. കാരണം എന്താ വെച്ചാൽ ഞാൻ ടോപ്പിക് കൊടുക്കുന്നത് അതൊന്നും ഇല്ലാത്തവർക്കാണ് അത് കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും ചിന്തിക്കും, എനിക്ക് പേഴ്സണലി എനിക്ക് തന്നെ ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും എനിക്ക് പെട്ടെന്ന് ഒരു ദേഷ്യം വരുന്ന ഒരാളാണ്. അത് പെട്ടെന്ന് ഷൗട്ട് ചെയ്യും ഞാൻ. അത് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ചിന്തിക്കുന്നത് ഞാൻ എന്തിനാ ഇതിന് മാത്രം ഷൗട്ട് ചെയ്തത്, കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഇത് ഇത്രയും വലിയ ആയിരുന്നു എന്ന്. പലപ്പോഴും നമ്മുടെ ആ ഒരു സംസാരിക്കുന്ന രീതി കൊണ്ട് പല പല പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പൊ ക്ഷമ നമ്മുടെ വരണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ സംസാരത്തിലൂടെയാണ് ക്ഷമ വരുന്നത്. അപ്പം ഈ സംസാരം ക്ഷമിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമ്മൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നത്. ആ വലിയ വലിയ പ്രശ്നങ്ങളും ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഉണ്ട്. അപ്പൊ ഒരാളോട് ക്ഷമിക്കാന്ന് പറഞ്ഞാൽ അത് പല രീതിയിലുണ്ട്. സംസാരത്തിലൂടെ ഉള്ള ക്ഷമയുണ്ട്, നമ്മുടെ മനസ്സുകൊണ്ടുള്ള ക്ഷമയുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് ഒരാൾ മോശമായിട്ട് പെരുമാറുവോ സംസാരിക്കോ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മനസ്സുകൊണ്ട് ഞാൻ ക്ഷമിച്ചു. അയാളോട് പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ മാനസികമായിട്ട് ഞാൻ അയാളുമായിട്ട് അങ്ങനെയുള്ള ഒരു ഇതിൽ പോണില്ല, എനിക്ക് അയാളിൽ നിന്ന് ഇങ്ങനെ മോശമായിട്ട് ഒരു ഇത് വന്നതുകൊണ്ട് ഞാൻ അയാളോട് ക്ഷമിച്ചു, അപ്പൊ നല്ല ഒരു ബിഹേവിയൻസോടുകൂടി പോകാം എന്ന് ചിന്തിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് ചെയ്യുന്ന കാര്യങ്ങളും അവരോട് സംസാരിക്കുന്ന രീതികളും ഒക്കെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും നമ്മളിൽ നിന്ന് പുറത്തു വരുന്നത്. അത് നമ്മുടെ മനസ്സിൽ ഉള്ള കാര്യമാണ്. അപ്പൊ ക്ഷമ പ്രകടമാകുന്നത് നമ്മുടെ ഒരാളോടുള്ള ബിഹേവിയൻസോടു കൂടിയാണ് നമുക്ക് മനസ്സിലുള്ള ക്ഷമ പ്രകടമാക്കാൻ പറ്റുന്നത്. അത് സംസാരത്തിലൂടെയും അല്ലാതെയും ഒക്കെ നമുക്ക് പ്രകടിപ്പിക്കാം. അപ്പൊ വീട്ടിലെ കാര്യങ്ങളാണെങ്കിൽ പോലും ഞാനാണ് പെട്ടെന്ന് പിള്ളേരോട് ദേഷ്യപ്പെടുക, നമ്മൾ ചിലപ്പം തല്ലും. പെട്ടെന്ന് അവരിത് കരഞ്ഞു കഴിയുമ്പം നമ്മുടെ മനസ്സിൽ തല്ലണ്ടായിരുന്നോ, ഇത്രയും പറയണ്ടായിരുന്നു, അങ്ങനെ ഒരു ചിന്ത വരും. പക്ഷെ നമ്മുടെ ആ ഒരു പെട്ടെന്നുള്ള ഒരു പ്രതികരണമാണ് അങ്ങനെ നമ്മളെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. പക്ഷെ പിന്നീട് നമ്മൾ ചിന്തിക്കുമ്പം നമുക്ക് അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ലായിരുന്നു എന്നുള്ളൊരു തോന്നൽ വരും. അത് നമ്മൾ സ്വന്തമായിട്ട് വളർത്തിയെടുക്കേണ്ട ഒരു കാര്യമാണ്. പെട്ടെന്ന് നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് വേണ്ട പറയണ്ട. ഇപ്പൊ നമ്മുടെ കുടുംബത്തിലുള്ള ഫാമിലി ഇഷ്യൂലാണെങ്കിലും ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലാണെങ്കിലും ചിലപ്പോഴും നമ്മുടെ സംസാരങ്ങളായിരിക്കും അവിടെ വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ക്ഷമാപൂർവം ഒരു മൈൻഡ് സെറ്റ് ചെയ്ത് അങ്ങ് മുന്നോട്ട് പോകാൻ എല്ലാവരും ട്രൈ ചെയ്യുക. ഞാൻ പറയട്ടെ മാം ക്ഷമയെ കുറിച്ച്? അതെ അതെ, അർച്ചന രാജേഷ്. ക്ഷമ എന്ന് പറയുമ്പം ക്ഷമയ്ക്ക് വ്യക്തിപരമായിട്ടും സാമൂഹികപരമായിട്ടും ശാരീരികപരമായിട്ടും ഒക്കെ പല ഗുണങ്ങളുണ്ട്. അത് നമ്മുടെ ബന്ധങ്ങൾക്കും നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾക്കും ദൃഢനിശ്ചയത്തെയും ഒക്കെ ക്ഷമ വളരെയധികം സഹായിക്കുന്നുണ്ട്. അത് മാത്രമല്ല നമുക്ക് ക്ഷമ നമ്മളിൽ പലർക്കും സമ്മർദ്ദം കൂടുതലായിരിക്കും. ദേഷ്യമൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും നമ്മുടെ സമ്മർദ്ദം കൂടുമ്പോൾ നമ്മുടെ ആരോഗ്യത്തെ തന്നെ അത് ബാധിക്കും. അപ്പം ക്ഷമ നമ്മുടെ സമ്മർദ്ദം കുറയ്ക്കാനും നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്താനും ഒക്കെ സഹായിക്കും. അത് മാത്രമല്ല നമുക്ക് ക്ഷമ ഉണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് സഹാനുഭൂതി കാണിക്കാനും അവരുടെ മനസ്സ് മനസ്സിലാക്കാനും അവരെ സ്വീകരിക്കാനും നമുക്ക് കഴിയും.
പിന്നെ സമ്മർദ്ദം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ക്ഷമയില്ലാത്തതിലൂടെ ഉണ്ടാകുന്ന സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പല രോഗത്തിനും കാരണമാവുകയും ക്ഷമ ശാരീരിക സമ്മർദ്ദത്തെ കുറയ്ക്കുകയും നമ്മളിൽ പലരിലും കൊളസ്ട്രോള്, ഹൃദ്രോഗം എന്നിവയുടെ അപകട സാധ്യത ഈ ക്ഷമയുണ്ടെങ്കിൽ കുറയ്ക്കാനായിട്ട് സഹായിക്കും. പിന്നെ നമ്മൾ ബന്ധങ്ങളിലാണേലും പലതരത്തിലുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അപ്പം ബന്ധങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ക്ഷമയോടെ മറ്റുള്ളവരുമായിട്ട് ആശയവിനിമയമൊക്കെ നടത്താനും അവരെ മനസ്സിലാക്കാനും നമുക്ക് ക്ഷമയുണ്ടെങ്കിൽ സാധിക്കും. അത് കൂടുതൽ കുടുംബാംഗങ്ങളോടാണേലും സുഹൃത്തുക്കളോടാണേലും ശക്തമായ ബന്ധങ്ങളൊക്കെ ഇതിലൂടെ നമുക്ക് വളർത്താനായിട്ട് സാധിക്കും. പിന്നെ വ്യക്തിപരമായിട്ടും സാമൂഹികപരമായിട്ടുമുള്ള വളർച്ച, പിന്നെ നമ്മളെ നല്ല തീരുമാനങ്ങൾ, ഒരു പെട്ടെന്നുള്ള ഒരു തീരുമാനം മതി നമ്മുടെ ജീവിതം തന്നെ ചിലപ്പോൾ മാറ്റിമറിക്കാനായിട്ട്. പക്ഷെ നമുക്ക് ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും. ക്ഷമ എന്ന് പറഞ്ഞാൽ എല്ലാ ഓപ്ഷനുകളും പരിഗണിക്കാനും തീരുമാനങ്ങളുടെ പിന്നീട് വരുന്ന അനന്തര ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും നമ്മളെ ക്ഷമ സഹായിക്കുന്നു. അത് നല്ലൊരു തീരുമാനത്തിലേക്ക് എനിക്ക് ക്ഷമ എത്തിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ശരി, താങ്ക് യു അർച്ചന. ഓക്കെ, പക്ഷെ നമ്മളിപ്പോ പേഷ്യൻസിനെ കുറിച്ച് പറഞ്ഞു അല്ലെ, ക്ഷമയെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ റിയൽ ലൈഫിൽ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങള് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാറുണ്ടോ? പെട്ടെന്ന് ഒരു കാര്യം കേട്ട് നമുക്ക് അപ്പൊ തന്നെ ക്ഷമ തോന്നാറുണ്ടോ? ക്ഷമിക്കാറുണ്ടോ നിങ്ങൾ? നോ. ഓക്കെ, എന്തുകൊണ്ടാ പറ്റാത്തത്? അതില്ലാത്തത് കൊണ്ട് തന്നെ അല്ലെ, പേഷ്യൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അത് പറ്റാത്തതും. കാര്യം കേട്ടാൽ നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട അല്ലെ, നമ്മൾ അങ്ങനെയാണ്. അതിനൊന്ന് വെയിറ്റ് ചെയ്യില്ല, കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല ആ കാര്യം നടക്കാൻ പോകുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ഓഫ് ഓൾ ആണ് നമ്മളത് വേണ്ടാന്ന് വെക്കും അല്ലെ. ഇതാണെങ്കിലും നമ്മളത് വേണ്ടാന്നുള്ള തീരുമാനത്തിലേക്ക് എത്തും. പക്ഷെ കുറച്ച് സമയം നമ്മളത് വെയിറ്റ് ചെയ്ത് ചിലപ്പോൾ വളരെ വലിയൊരു സക്സസിലേക്കായിരിക്കും പോകുന്നത്. പക്ഷെ ആരും തന്നെ, പ്രത്യേകിച്ച് റിയൽ ലൈഫിൽ അങ്ങനെ മിക്കവരും അല്ലെ, മിക്ക ആൾക്കാരും ഫസ്റ്റ് ചെയ്യുന്നത് പെട്ടെന്നൊന്നും ആരും ക്ഷമിക്കൊന്നുമല്ല അല്ലെ. നിങ്ങളൊക്കെ പെട്ടെന്ന് ക്ഷമിക്കുന്നവരാണോ? പെട്ടെന്ന് ക്ഷമയൊന്നുമില്ല അല്ലെ. അത് നമ്മളുടേതായ രീതിയിൽ ആലോചിച്ചെടുത്തിട്ട് അത് ക്ഷമിക്കാതിരിക്കാനാണ് നമ്മൾ ചെയ്യാറ് അല്ലെ. അതെ, ഓക്കെ. അത് ഡിപ്പെൻഡ് ഓൺ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ കൈകാര്യം ചെയ്യും. ഓക്കെ, യെസ്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സെൽഫ് കോൺഫിഡൻസ് ആണ്. ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് കോൺഫിഡൻസ്. സിനില പ്രിൻസൺ. സിനില. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ. എനിക്ക് കിട്ടിയിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ സെൽഫ് കോൺഫിഡൻസിനെ കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് വരാൻ സാധിക്കുകയുള്ളൂ. ഏതൊരു മേഖലയിലാണെങ്കിലും സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് വന്ന് ഏതൊരു പ്രവൃത്തിയാണെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോ നമ്മുടെ ഈ കോഴ്സിലാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഓരോ ആക്ടിവിറ്റി ചെയ്യാനുണ്ട്. ഫസ്റ്റിലെ തന്നെ പ്രെയർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അതിലാണെങ്കിലും ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് വന്നിട്ട് അത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതില്ലാത്ത കുറച്ചു പേരെങ്കിലും ഇങ്ങനെ മാറി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ എല്ലാവരോടും പറയാനുള്ളത് കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊരു നിലയിലാണെങ്കിലും നമുക്ക് മുന്നേറാൻ സാധിക്കും. ഒരു സ്റ്റേജിലാണെങ്കിലും നമുക്ക് കയറി പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്കത് സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പുറകോട്ട് മാറി തന്നെ നിൽക്കേണ്ടി വരും. ഇപ്പൊ നമ്മുടെ മക്കളാണെങ്കിലും, ഇപ്പൊ എന്റെ മക്കളെ സംബന്ധിച്ചാണെങ്കിൽ ഒരു കാര്യത്തിനും അവര് പുറകോട്ട് പോകില്ല. എല്ലാ കാര്യത്തിനും, ഒരു ഡാൻസിനാണെങ്കിലും പാട്ടിനാണെങ്കിലും എന്താണെങ്കിലും അവര് മുന്നോട്ട് കയറി ചെയ്യും. അത് എനിക്കും ഇഷ്ടമാണ്. എല്ലാ കാര്യത്തിനും അവര് അത് ഏറ്റിട്ടേ വരുള്ളൂ. വരുമ്പോ ഞാനും അതിന് സപ്പോർട്ടാണ്. കുഞ്ഞുങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് കൊണ്ടാണ് അവര് അത് കയറി ഏറ്റിട്ട് വരുന്നത്. നമ്മളും അത് സപ്പോർട്ട് ചെയ്യുമെന്ന് കുഞ്ഞുങ്ങൾക്ക് അറിയാം. അപ്പൊ അവര് കുഞ്ഞുങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ആണ് അവരതാ ഏറ്റിട്ട് വന്ന് നമ്മളോട് പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വിജയം നേടാനും മുന്നോട്ട് വരാനും ഏതൊരു പ്രവൃത്തിയാണെങ്കിലും നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് ചെയ്യാനും സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ സുനില, താങ്ക് യു. നെക്സ്റ്റ് ആരാണ് ഈ ടോപ്പിക് സെയിം? പറയട്ടെ മാം. ആരാണ്? ഓക്കെ. Good afternoon all.
ഞാനിവിടെ സെൽഫ് കോൺഫിഡൻസിനെ കുറിച്ച് സംസാരിക്കാനാണ് ഇരിക്കുന്നത്. അതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു അമ്മ എന്ന നിലയ്ക്ക് ഞാൻ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിനേക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് തീർച്ചയായും സെൽഫ് കോൺഫിഡൻസ് തന്നെയാണ്. കാരണം ഒരു കുട്ടി വളർന്നു വരുമ്പോൾ തന്നെ ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു, എല്ലാം ശരിയാണ്, അവൻ പഠിക്കുന്നു, നല്ല മാർക്ക് നേടുന്നു. പക്ഷേ അവനവിടെ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതാകുമ്പോൾ വരുന്നത് എല്ലാത്തിൽ നിന്നും പിന്മാറുക, അല്ലെങ്കിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാതെ പോവുക, അല്ലെങ്കിൽ ഒരു അപരിചിതനായ ഒരു വ്യക്തിയുടെ മുമ്പിൽ സംസാരിക്കാൻ കഴിയാതെ ഇരിക്കുക. ഇതെല്ലാം തന്നെ അവന്റെ സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മയിൽ നിന്നാണ്. അപ്പോൾ ഒരു കുട്ടി വളർന്നു വരുമ്പോൾ തന്നെ നമ്മൾ എഡ്യൂക്കേഷന്റെ ഒപ്പം തന്നെ തീർച്ചയായും പ്രാധാന്യം നൽകേണ്ട ഒരു കാര്യം തന്നെയാണ് സെൽഫ് കോൺഫിഡൻസ്. ആ കുട്ടിയിൽ നിന്ന് തന്നെ ഈ സെൽഫ് കോൺഫിഡൻസ് വളർന്നു വരുമ്പോൾ തീർച്ചയായും അവന്റെ വലുതായി വരുമ്പോൾ അവന്റെ ജീവിതത്തിന് തീർച്ചയായും ഗുണം തന്നെ ചെയ്യുന്നതായിരിക്കും. കാരണം ഈ കുട്ടി വളർന്നു വരുമ്പോൾ തന്നെ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ വളരുകയാണെങ്കിൽ മേ ബി അവൻ പഠിച്ച് എഡ്യൂക്കേഷൻ എല്ലാം നേടിയത് തന്നെയായിരിക്കും. പക്ഷെ അവനൊരു ഇന്റർവ്യൂവിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകുമ്പോഴോ അവന് സെൽഫായിട്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റാതെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ അവന്റെ ഒപ്പീനിയൻസ് അവനെ എന്താണ് പറയാനുള്ളതെന്ന് പറയാൻ കഴിയാതെ എല്ലാത്തിൽ നിന്നും അവൻ പിന്നീട് സീറോ ആയി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും എങ്ങനെയാണ് എന്തൊക്കെ എഡ്യൂക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ എന്തൊക്കെ നമുക്ക് സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്തൊക്കെയാണെങ്കിൽ പോലും സെൽഫ് കോൺഫിഡൻസിൽ നിന്ന് വളരുകയാണ് ഏറ്റവും പ്രാധാന്യമായി വേണ്ടത്. അങ്ങനെയാണ് ആ കുട്ടി നല്ലൊരു ജീവിതത്തിൽ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത്. അത് വളർന്നു വരുമ്പോൾ നമ്മുടെ കാര്യമാണെങ്കിലും നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രോബ്ലം വരുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് ഡിസൈഡ് ചെയ്യാനും അല്ലെങ്കിൽ അതിന് പ്രോപ്പർ ഡിസിഷൻ എടുക്കാനും എല്ലാത്തിനും നമുക്ക് വേണ്ടത് സെൽഫ് കോൺഫിഡൻസ് തന്നെയാണ്. അല്ലെങ്കിൽ അത് നമുക്ക് നാലാൾ നിൽക്കുമ്പോൾ അതായത് നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് തീർച്ചയായും തുറന്ന് പറയേണ്ടി തന്നെ വരും. പക്ഷെ അത് പറയാതെ പിന്നോട്ട് മാറുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? നമ്മൾ തെറ്റുകാരായി മാറുന്നു. അപ്പോൾ അവിടെ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളത് പറയാതെ പോകുന്നത്. സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ തീർച്ചയായും പറയുക തന്നെ ചെയ്യും. അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് സെൽഫ് കോൺഫിഡൻസ്. എല്ലായിടത്തും വേണ്ടത് സെൽഫ് കോൺഫിഡൻസ് തന്നെയാണ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു രമ്യ. നെക്സ്റ്റ് സുമയ. ജയശ്രീ ഇല്ലേ ക്ലാസ്സിലെ? ചേച്ചിയുടെ ഫോൺ കംപ്ലീറ്റ് ആയിരുന്നു, അതായിരിക്കും കേറാത്ത. ആണോ? എന്താ പറ്റി? പറഞ്ഞിരുന്നോ? ഇന്നലെ മുതൽ കംപ്ലീറ്റ് ആയിരുന്നു. ഹാങ് ആവാൻ തോന്നണോ മിസ്സേ? ആണോ? വീഡിയോ ഓണാക്കാൻ പറ്റുന്നില്ല. നിഖിത കൃഷ്ണനുണ്ടോ? നിഖിത. യെസ് മാം. നിഖിത, നോളജ് ഈസ് പവർ. നിഖിതയുടെ ടോപ്പിക് ആണ് നോളജ് ഈസ് പവർ. ഓക്കെ മാം. നോളജ് ഈസ് പവർ ആണോ? നോളജ് പവർ ആണോ? യെസ് മാം, തീർച്ചയായും. നോളജ് എന്ന് പറയുന്നത് തന്നെയാണ്. എല്ലാവർക്കും നോളജ് ഉണ്ടായിരിക്കണം. നോളജ് ഇല്ലെങ്കിൽ നമുക്ക് ഒരു വിലയും ഉണ്ടാവില്ല. ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമല്ല പല നോളജും കിട്ടുന്നത്. നമ്മുടെ ചുറ്റുപാടിൽ നിന്നും വീട്ടിൽ നിന്നും എല്ലാം നോളജ് കിട്ടുന്നുണ്ട്. കിട്ടുന്നില്ല. മിസ് മിനിറ്റ് ആലോചിക്കട്ടെ, പെട്ടെന്ന് കിട്ടിയതുകൊണ്ട്. പെട്ടെന്ന് കിട്ടണോ? അതാണ് ഇൻസ്റ്റന്റ് സ്പീച്ച്. കിട്ടുന്നില്ലെങ്കിൽ പറയൂ. അറിവ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമ്പത്തിൽ ഒന്നാണ്. പഠനത്തിലും അനുഭവത്തിലും നിന്നാണ് നമുക്ക് അറിവ് ലഭിക്കുന്നത്. അറിവുള്ളവർക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാനും മുന്നേറ്റം നേടാനും എല്ലാം സാധിക്കും. അറിവില്ലാത്തവര് ഈ അന്ധവിശ്വാസങ്ങൾക്കും തെറ്റിദ്ധാരണ അതുപോലെയുള്ള ഇതിലെല്ലാം ചെന്നകപ്പെടും. അറിവുള്ളവരെ സമൂഹത്തിലെ വികസനത്തിനും പുരോഗതിക്കും എല്ലാം വഴികാട്ടും. വായനയിലൂടെയും പഠനത്തിലൂടെയും എല്ലാം അറിവ് സമ്പാദിക്കാൻ പറ്റും, വിജ്ഞാനം സമ്പാദിക്കാൻ പറ്റും. ഈ നോളജാണ് മനുഷ്യനെ ശക്തിയും ആത്മവിശ്വാസവും എല്ലാം നിറഞ്ഞവനാക്കുന്നത്. നോളജാണ്.
ഓക്കെ നികിത. ഓക്കെ ഓക്കെ മാം, താങ്ക് യു. ഈ ടോപ്പിക് ഒരാളും കൂടി പറയാമോ? നോളജ് ഈസ് പവർ. മാം ഞാൻ പറയട്ടെ. മാം, നോളജ് ഇസ് പവർ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. നമുക്ക് നോളജ് ഉണ്ടെങ്കിലാണ് നമ്മൾ അന്ധവിശ്വാസം അങ്ങനത്തെ ട്രാപ്പിലൊന്നും പെടാതിരിക്കുക. അതൊക്കെ അതിലൊരു ഫലവും ഇല്ല. നമ്മളെ വെറും തെറ്റിദ്ധാരണകളാണ്. അതിലൂടെ നമുക്ക് പുതിയ വഴികൾ നേടാം. നോളജ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമുക്ക് നോളജ് ഉണ്ടെങ്കിലേ നമുക്ക് ജോലി കിട്ടുള്ളൂ. നമുക്ക് നോളജ് എന്ന് പറയുന്നത് ആദ്യം വീട്ടിൽ നിന്ന് കിട്ടണതാണ്. അപ്പോ നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടും. നമുക്ക് ഏത് റൈറ്റ് പാത്താണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, ശരി ഏത് തെറ്റ് ഏത്, അതും നോളജ് ആണ്. നമ്മൾ ദിവസം ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നോളജ് ഒളിച്ചിരിക്കുന്നുണ്ട്. അത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ വിചാരിക്കും സ്കൂളിൽ നിന്നും പഠിക്കുന്നത് മാത്രമാണ് നോളജ് എന്ന്. പക്ഷെ അല്ല, നമ്മൾ വീട്ടിൽ നിന്നാണ് ആദ്യപടി കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്നത്. ചെറിയ കുട്ടികൾക്ക് ചെറിയ ഡ്യൂട്ടീസ് കൊടുക്കുന്നതിലും ഒരു നോളജ് ഉണ്ട്. അവരെ കൊണ്ട് ഒറ്റയ്ക്ക് ഭക്ഷണം കഴിപ്പിക്കുന്നതും അതും എല്ലാം നോളജ് തന്നെയാണ്. എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളിലും നോളജ് ഉണ്ട്. ഈ സ്കൂളിൽ നിന്ന് പഠിക്കുന്നതിലും മാത്രമല്ല, മറ്റു പല കാര്യങ്ങളിലും നോളജ് കിടപ്പുണ്ട്. നമുക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും നോളജിലൂടെ പറ്റും. താങ്ക് യു മാം. Very good. Next, about sorry. 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 എന്താണെന്നറിയാ? ഹൃദയയുടെ എക്സ്പ്രഷൻസ് ഇങ്ങനെ മിന്നി മാറിയിരിക്കുകയാണ്. ഇവിടെ എന്ത് വാക്ക് പറഞ്ഞാലും അവിടെ ഫേസിലൊക്കെ എക്സ്പ്രഷൻ വരും. വെറുതെ പറയുന്നതിന് തലവ്യാ, ചുമ്മാ പറയുന്നയാ. അത് കുഴപ്പമില്ല. ആരാണ് അബൌട്ട് സോറി? എന്താ അബൌട്ട് സോറി ആരാ പറയുന്നേ? ഞാൻ പറഞ്ഞാ മതിയോ? പറയാം കേട്ടോ, പറഞ്ഞാൽ പറയാം. ഞാൻ പറഞ്ഞാ മതിയോ? ഞാനിപ്പോ പറയാൻ പോകുന്ന സോറി എന്ന ഇതിനെ കുറിച്ചാണ്. നമ്മളിപ്പോ ഒരാളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് എന്തോരം വേദന ഇട്ട്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യം അവരുടെ മനസ്സിന് എന്തോരം വേദനയായി, അവർക്ക് എന്തോരം അവഗണനയായി, അതിനൊക്കെ അവരെന്തോരം വിഷമിച്ചു. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സോറി പറയുന്നത് നമുക്കൊരു കുറച്ചിലും വിചാരിക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ എൻ്റെ മോൻ തന്നെ നിസ്സാരം എൻ്റെ കയ്യുമ്മ അടിക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവനപ്പോൾ തോന്നിയില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവൻ്റെ അടുത്ത് വന്നിട്ട് സോറി പറയും. ഞാൻ അവന് നല്ല ചെറുതിലെ ഞാൻ അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ സോറി പറഞ്ഞോളാം. അപ്പോൾ അവൻ പറഞ്ഞില്ലെങ്കിൽ തന്നെ ഞാൻ പറയും സോറി പറയുമെന്ന് പറയും. അപ്പൊ അങ്ങനെ സോറി അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു സോറി. എൻ്റെ അടുത്ത് മാത്രമല്ല, ആരുടെ അടുത്തായാലും അവൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞു കാര്യങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ അവൻ ആരോടാണെങ്കിലും ഒരു മടിയും കൂടാതെ സോറി പറയും. അത് അപ്പോൾ പറഞ്ഞില്ലെങ്കിൽ തന്നെ കുറച്ച് കഴിയുമ്പോഴെങ്കിലും അവനത് പറയും. ഹലോ, കേൾക്കുന്നുണ്ടോ മിസ്? നമുക്ക് ഇപ്പോ നമ്മള് ആരുടെങ്കിലും ഞാൻ പറഞ്ഞില്ല, ആരുടെങ്കിലും മനസ്സിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവരോട് നമ്മൾ സോറി പറയുമ്പോൾ അവർക്ക് നമ്മളോട് ക്ഷമിക്കാനും നമ്മുടെ അവസ്ഥ മനസ്സിലാക്കാനും അവർക്ക് ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരും. നമ്മൾ അപ്പോൾ പറഞ്ഞില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോഴെങ്കിലും നമ്മുടെ തെറ്റ് നമ്മൾ മനസ്സിലാക്കി, അത് നമ്മുടെ അല്ലെങ്കിലും നമ്മൾ അവരോട് സോറി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ മുന്നിലും താന്ന് നിൽക്കില്ല, നമ്മുടെ സ്ഥലത്ത് പൊങ്ങി തന്നെ നിൽക്കും. ഞാൻ പറയാം. ഈ സോറിക്ക് വലിയൊരു പ്രാധാന്യമുണ്ട് മാം. എന്താണെന്ന് വെച്ചാല്, ഇപ്പോ ഞാൻ +1 പഠിക്കുമ്പോൾ നമ്മളിപ്പോ ക്ലാസ് ലീഡർ ആവാറില്ലേ? അപ്പോൾ നമ്മളിങ്ങനെ പേരെഴുതുമല്ലോ, അങ്ങനെ സംസാരിക്കുന്നവരുടെ പേരെഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറ്. അപ്പോൾ ഞാൻ ഒരു ക്ലാസ് ലീഡർ ആയിരുന്നു. അപ്പോൾ മറ്റേ എല്ലാവരും സംസാരിച്ചു എത്ര പറഞ്ഞിട്ടും കേൾക്കാണ്ടിരിക്കുമ്പോ എല്ലാവരുടെ പേരും എഴുതി വെച്ചാൽ സാറ് വരുമ്പോഴത്തേക്കും എല്ലാം മായ്ച്ചു കളയാന്നാ വിചാരിച്ചേ. അപ്പത്തേക്കും സാറ് വന്നു. അപ്പോ എല്ലാവരുടെ പേരും അവിടെ തന്നെ ഉണ്ടായിരുന്നേ. അപ്പോ സാറ് പറഞ്ഞു, ഇന്ന് ഞാൻ അടിക്കുന്നില്ല, വിന്ദുജ അടിച്ചാൽ മതിയെന്ന്.
കോൾ എടുത്തിട്ട്. അപ്പോ ഞാൻ ഫസ്റ്റ് മെല്ലെ അടിച്ചു. ഇപ്പൊ എല്ലാരും നമ്മുടെ കൂട്ടുകാരാണല്ലോ. അപ്പോ അവർ മെല്ലെ അടിക്കുമ്പോ സാറ് പറഞ്ഞു, ഇങ്ങനെയല്ല അടിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിക്ക് ഇങ്ങനെ സ്പീഡായിട്ട് അടിച്ച് കാണിച്ചു. അപ്പൊ ഞാൻ ഓരോരാൾക്ക് അടിക്കുമ്പോഴും ഈ സോറി പറയും. സോറി 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 എന്ന് പറഞ്ഞിട്ട് അടിക്കാറുണ്ട്. അപ്പോ എല്ലാരും എല്ലാരും എന്റെ തെറ്റല്ലല്ലോ, ഇപ്പൊ സാറ് പറഞ്ഞിട്ടല്ലേ അടിച്ചത് എന്ന് പറഞ്ഞിട്ട് എല്ലാരും എന്നെ ക്ഷമിച്ചു. പിന്നെ എല്ലാരും അടിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ ഇരുന്ന് കരഞ്ഞു. എല്ലാരും അടിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കരഞ്ഞു. അപ്പൊ സാറ് വന്നു, നീ ഇത്രയ്ക്കും സോഫ്റ്റ് ആണെന്ന് അറിഞ്ഞില്ല കേട്ടോ, ഞാൻ നിന്നോട് പറയണ്ടായിരുന്നു അടിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോട്ടെ സാരമില്ല, സാറ് പറഞ്ഞിട്ടല്ലേ നീ അടിച്ചത് എന്ന് പറഞ്ഞിട്ട് എല്ലാരും എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഈ സോറിന്റെ വലിയ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. നമ്മളിപ്പോ സോറി ഇപ്പൊ ഒരു ചെറിയ വാക്കായാലും അതിൽ വലിയ ഒരു ഇത് തന്നെ ഉണ്ട് മാം. അതുകൊണ്ട് സോറി, നമുക്ക് എന്ത് തെറ്റ് ചെയ്താലും ഇപ്പൊ ഒരു ചെറിയ തെറ്റ് ചെയ്താലും നമ്മൾ സോറി പറയുന്നതിൽ ഒരു തെറ്റും ഇല്ല, അത് നമ്മുടെ തെറ്റായാലും. അപ്പോ എന്റെ വാക്കുകൾ ഇത് അവസാനിപ്പിക്കുന്നു മാം. അത് മാത്രല്ല മിസ്, നമ്മള് ഒരു സോറി പറയുമ്പോ നമ്മുടെ മനസ്സിലുള്ള കുറ്റബോധം ഉണ്ടല്ലോ, അത് നമുക്ക് മാറിക്കിട്ടും. ഇന്ന് ഞാൻ ലുബിയനെയാണ് വിചാരിക്കുന്നത്. ഓരോ ദിവസം ഓരോ ഇരകളാണ്. അങ്ങനെയല്ല കേട്ടാ, എല്ലാവരും ഇതേപോലെ വെക്കും. 1, 2, 3 അവസരം അത്രയ്ക്ക് എപ്പോഴെപ്പോഴും കിട്ടട്ടെ അല്ലെ. സോറിനെ പറ്റി എന്തൊക്കെയോ ലുബിക്ക് പറയാനുണ്ട്. ചേച്ചി ഉണ്ടെങ്കിൽ വിചാരിച്ചിട്ടുണ്ട്. ജയശ്രീ ചേച്ചിയുടെ ഒരു മിസ്സിംഗ് കാണാനുണ്ട് നന്നായിട്ട്. പിന്നെ എന്നെയാണ് ടീച്ചർ പിടിച്ചിരിക്കുന്നത് അല്ലെ. ഓക്കെ, പറഞ്ഞോളൂ ലുബിയ. ജീവിതത്തിൽ സോറി എടുക്കണ്ടോ? തീർച്ചയായിട്ടും. അതായത് ഞാൻ മുന്നേ ദേഷ്യം എന്ന് പറഞ്ഞ അതേപോലെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ടൈപ്പ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് സോറി, താങ്ക് യു. അത് നമ്മൾ ഈവൻ ചെറിയൊരു കാര്യത്തിന് നമ്മൾ പറഞ്ഞിരിക്കണം. അത് മസ്റ്റ് ആയിട്ടും. എന്ന് വെച്ചാൽ എനിക്കൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ ഇവിടെ ഹസ്ബൻഡിന്റെ അമ്മ, ആള് ചിലപ്പോ എന്തെങ്കിലും സാധനം എടുത്തിട്ട് നമ്മൾ കൊടുത്താൽ പോലും താങ്ക് യു ട്ടാ അല്ലെങ്കിൽ സോറി. അപ്പൊ ഞാൻ പറയും, മമ്മി ഇത്രയും ചെറിയ കാര്യത്തിന് എന്തിനാ മമ്മി ഇങ്ങനെ പറയുന്നത്? പക്ഷെ അപ്പൊ എന്നോട് പറയാം, അത് ലൈഫിൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് നമ്മുടെ ലൈഫില് ഒരുപാട് പ്രശ്നങ്ങൾ തന്നെ നമുക്കത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് സോറി. അതേപോലെ താങ്ക് യു, അത് രണ്ടും അത്രയും ഇമ്പോർട്ടന്റ് ആണ് ലൈഫില്. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ ഭാഗത്ത് തെറ്റ് ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പറയാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മളെ ഈവൻ ഒരാളുടെ മനസ്സിനെ അറിയാതെങ്കിലും ഒരു വാക്ക് കൊണ്ട് നമ്മൾ അങ്ങനെ ഹേർട്ട് ചെയ്താൽ മസ്റ്റായിട്ടും നമ്മൾ സോറി പറയുക തന്നെ വേണം. അതിപ്പോ മേഘ പറഞ്ഞ പോലെ ചെറിയ കുട്ടികളെ തൊട്ട് നമ്മൾ വളർത്തിയെടുക്കണം. സോറി പറയണം, താങ്ക് യു പറയണം. അതൊക്കെ ഒരു നല്ല ശീലങ്ങളായിട്ട് പറയേണ്ട കാര്യങ്ങളാണ്. സോ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ലൈഫില്. അതേ പറയാനുള്ളൂ. താങ്ക് യു. സോറി പറഞ്ഞോ. സോറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ധാരാളം. സോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ എന്തെങ്കിലും ഒരു ചെറിയ ഒന്നും പറയാൻ കിട്ടുന്നില്ല മിസ്. സോറി മിസ്സേ. നമ്മളിപ്പോ ചെറിയൊരു തെറ്റ് ചെയ്യുവാണെങ്കിൽ തന്നെ കുട്ടികളെയാണ് ഞാൻ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ സോറി പറഞ്ഞ് ശീലിപ്പിക്കുക. ഇപ്പൊ 2 കുട്ടികളുണ്ടെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും വഴക്കടിക്കൽ തന്നെയായിരിക്കും. ഒരാളുടെ സാധനം മറ്റൊരാളുടെ സാധനം അയാളെടുത്തു എന്ന് പറഞ്ഞിട്ട് ഏത് സമയം പരാതിയായിരിക്കും. അപ്പൊ നമ്മൾ അവരോട് നേരത്തെ പറഞ്ഞ് ശീലിപ്പിക്കുക, സോറി പറയുക. അപ്പൊ നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോ ആണെങ്കിലും കുട്ടികളോട് നന്നായിട്ട് അവരോട് ഒരു ശീലം തന്നെ വളർത്തിയെടുക്കുക. കുഞ്ഞുമക്കളെയാണല്ലോ നമ്മൾ പഠിപ്പിക്കാൻ പോണത്. അപ്പൊ അവരോട് പറഞ്ഞ് ശീലിപ്പിക്കുക. നിങ്ങൾ എന്തെങ്കിലും തെറ്റോ അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട് എന്തെങ്കിലും ഇതുണ്ടാവുകയാണെങ്കിൽ അവരോട് സോറി പറയുക, എന്നിട്ട് കൂട്ടുകൂടുക, അങ്ങനെ പറഞ്ഞ് ശീലിപ്പിക്കുക. അപ്പൊ അവർക്ക് തന്നെ ഒരു ഇതുണ്ടാവുമല്ലോ, നമ്മള് സോറി പറഞ്ഞേ പറ്റുള്ളൂ ഉള്ള എല്ലാ കാര്യത്തിനും. പിന്നെ നമ്മുടെ ജീവിതത്തിലാണെങ്കിലും ശരി, ഇപ്പൊ ഹസ്ബൻഡ് വൈഫ് ആണെങ്കിലും അമ്മയാണെങ്കിലും ആരോടാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെറിയ തെറ്റ് ചെയ്തെങ്കിലും
ഒരു സോറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ. പക്ഷെ അത് നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും പ്രശ്നം ഗുരുതരമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും പലരുടെയും ഫാമിലി ഇഷ്യൂസ് എടുത്താലും തന്നെ അങ്ങനെ ഉണ്ടാവും. നമ്മളായിട്ട് സോറി പറഞ്ഞില്ലെങ്കിൽ ധാരാളം പ്രോബ്ലംസ് ഇതുണ്ടാവും. അപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായാൽ തന്നെയും നമ്മൾ ഉൾക്കൊണ്ട് ഒരു സോറി പറയുകയാണെങ്കിൽ നമ്മുടെ ഫാമിലി ലൈഫും ഹാപ്പി ആയിരിക്കും. അങ്ങനെ തന്നെ കുട്ടികളോടും നന്നായിട്ട് പറഞ്ഞു കൊടുക്കുക. സ്കൂളിൽ ചെല്ലുമ്പോ ആണെങ്കിലും നമ്മൾ കുട്ടികളുടെ ഒരു ശീലമായിട്ട് വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. ഇത്രേ ഉള്ളൂ. താങ്ക് യു. ചില സമയത്ത് നമ്മള് ഈ ഇംഗ്ലീഷിൽ സോറി പറയാതെ ചില സമയത്ത് ഒരു മലയാള വാക്കും യൂസ് ചെയ്യാറുണ്ട്. എന്നോട് ക്ഷമിക്കണം പറയാറില്ലേ നമ്മള്? ഓക്കെ. പക്ഷെ എന്നിരുന്നാലും ബ്രിട്ടീഷുകാര് നല്ലൊരു വാക്ക് കണ്ടുപിടിച്ചത് ഒരുപാട് ഉപകാരമായിട്ടുണ്ട് അല്ലെ? സോറി. അവരൊറ്റ 4 വാക്കുകൾ 4 ലെറ്റേഴ്സിൽ നമ്മളുടെ കുറെ പ്രശ്നങ്ങളും പരിഭവങ്ങളൊക്കെ തീരാറുണ്ട്. പക്ഷെ അപ്പൊ സോറി ഇതുവരെ പറയാൻ ശീലിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളായിരിക്കും. അപ്പൊ ഒരു സോറി പറഞ്ഞാൽ നിങ്ങളുടെ ആ പ്രശ്നം തീർന്നു, നിങ്ങളും ഹാപ്പി, അവരും ഹാപ്പി. നമ്മൾ ആരെയൊക്കെ എന്തിനെങ്കിലും മുറുക്കി പിടിച്ച് പോകുന്നത് അല്ലെ? ഇത് നാളുള്ളൂ നമ്മൾ ഈ ലൈഫിലെ. അപ്പൊ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണം. കുറച്ച് നാളെന്ന് വെച്ചാൽ കുറച്ച് നാളുള്ളൂ. ഇന്നിപ്പോ കണ്ണൂർന്നു നാളെ കണ്ണൂർന്നു നമുക്കറിയില്ല അല്ലെ? അപ്പൊ സോറി ആരെങ്കിലും ഇനി പറയാൻ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോയി പറയാം കേട്ടോ. ഇതൊരു ചിലപ്പോ ഒരു നമുക്ക് നിയോഗം എന്നൊക്കെ പറയില്ലേ, ചിലപ്പോ ഒരു തോന്നൽ ഇപ്പൊ ചിലരുടെ മനസ്സിലൊക്കെ തോന്നിയിട്ടുണ്ടാവും ഞാൻ ഒരാളോട് സോറി പറഞ്ഞാലോ. അപ്പൊ ഇനിയിപ്പോ ഹസ്ബൻഡിനോട് വഴക്കിട്ടിരിക്കുന്ന ആളാണെങ്കിൽ പോലും ഇനിയിപ്പോ പറയാൻ തോന്നിയാലോ, അപ്പൊ അവരുടെ കുടുംബം കൊണ്ട് രക്ഷപ്പെട്ടില്ലേ? ക്ലാസ് കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരമുണ്ടാവട്ടെ അങ്ങനെ അല്ലെ? ഓക്കെ. ഇതിപ്പോ നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പറഞ്ഞല്ലേ, പക്ഷെ നമ്മൾ ശരിക്കും ബേസിക് എഡ്യൂക്കേഷനിൽ തന്നെ LKG സിലബസിൽ ഗുഡ് ഹാബിറ്റ്സ് എന്നുള്ള ചാപ്റ്ററിലൊക്കെ ഈ ഇത് വരുന്നുണ്ട്. തെറ്റ് ചെയ്യുമ്പോൾ സോറി പറയണം, അതുപോലെ ഗിഫ്റ്റ് എന്തെങ്കിലും കിട്ടുമ്പോൾ താങ്ക് യു പറയണം. ഇതൊക്കെ ബേസിക് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ സിലബസിലൊക്കെ. അതെ, നിങ്ങൾ പഠിക്കുക. നിങ്ങൾ ക്ലാസ്സിൽ പോയിട്ട് കണ്ടൻസ് പഠിപ്പിക്കണേ കൂടുതൽ ഇതൊക്കെ ഇടയ്ക്ക് ക്ലാസ്സിൽ കുട്ടികളെ കൊണ്ട് പറഞ്ഞു കൊടുക്കണം. എപ്പോഴും പോയി ഒരു പോയം പഠിപ്പിക്കാനോ അല്ലെങ്കിൽ സ്റ്റോറി പറയാനോ വേണ്ടി മാത്രം അവർക്ക് പോകുന്നത്. കുറച്ചുകൂടി ഇതേപോലത്തെ കാര്യങ്ങൾ ലൈഫിന് ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളായിരിക്കണം കൂടുതൽ അവർ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെയുള്ള ടീച്ചേഴ്സ് ആയിട്ട് മാറാനായിട്ട് ശ്രമിക്കണം. പിന്നെ വേറെ എന്താണ്? അപ്പൊ ഇനി ചെയ്യാത്ത കുറെ കുട്ടികളുണ്ട്, കുറെ പേര് മുന്നോട്ട് വന്നിട്ടുള്ള ക്ലാസ്സിൽ കയറാത്തവരും ഉണ്ട്. എപ്പോഴെങ്കിലും ഇനിയിപ്പോ പെട്ടെന്നൊരു ആക്ടിവിറ്റി ഒന്നും ഇപ്പൊ ഉണ്ടാവില്ല കേട്ടോ. ഇനിയിപ്പോ കണ്ടിന്യൂസ് ക്ലാസ്സുകൾ തന്നെ ആയിരിക്കുള്ളൂ. പോർഷൻസ് സെക്കൻഡ് ചാപ്റ്ററിൽ നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങളേലും കുറച്ച് ഫാസ്റ്റ് ആണ് എനിക്ക് 14 വരെ. അവരുടെ ചാപ്റ്റേഴ്സ് ഇപ്പൊ 4th ചാപ്റ്റർ കഴിഞ്ഞ് 5th ചാപ്റ്റർ ആയി. ബാക്കി 2 പേടിക്കണ്ട, ചാപ്റ്റർ ഒക്കെ ഇവിടെ കറക്റ്റ് ആയിട്ട് തീരും. നിങ്ങൾ ആർക്കാര്യത്തിലും പേടിക്കണ്ട കേട്ടോ. അതിനല്ലേ ഞങ്ങളുള്ളത്. ഓക്കെ, അപ്പൊ ഇനി വേറൊരു കാര്യം, ഇനി നമുക്കൊരു റോൾ പ്ലേ ചെയ്യാനുണ്ട്. റോൾ പ്ലേ അറിയാലോ നിങ്ങൾക്ക് റോൾ പ്ലേ എന്താണെന്ന്? നമുക്ക് പക്ഷെ എല്ലാവരെയും ചെയ്യിപ്പിക്കാനൊന്നും പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ 2 ടീമായിട്ട് ചെയ്യാം. അതായത് 10 പേര്. എല്ലാവരും മീൻസ് ഉള്ളത് ഒരു ടീമിൽ 5 പേര്, ഒരു ടീമിൽ 5 പേര് അങ്ങനെ. അപ്പൊ റോൾ പ്ലേയുടെ ടോപ്പിക്സ് എന്ന് പറയുന്നത് അപ്പൊ റോൾ പ്ലേ എന്താണെന്ന് അറിയാലോ നിങ്ങൾ. ഓരോരുത്തരെ ഓരോ റോൾസുകൾ കൈകാര്യം ചെയ്യേണ്ടി വരും. അപ്പൊ ഒന്നില്ലെങ്കിൽ ഒരു ടോപ്പിക്ക് നിങ്ങളായിട്ട് ഒന്നും സെലക്ട് ചെയ്യാം. നിങ്ങൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങളെ ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്കത് അവതരിപ്പിക്കാം. വളരെ ബ്രീഫായിട്ട് കേട്ടോ, ഒരുപാട് സമയം ചെയ്യരുത്. അപ്പൊ ടോപ്പിക് എന്ന് പറയുമ്പോൾ ഞാനിപ്പോ 2 പേരെ ഞാനൊന്ന് ഏൽപ്പിച്ചേർത്ത്. ഇതൊക്കെ ലീഡേഴ്സോ അങ്ങനെയൊന്നും ആയിട്ടല്ല, 2 പേരെ റോൾപ്ലേ ചെയ്യാൻ വേണ്ടി ഞാൻ തരാണ്. ആ 2 പേര് ബാക്കി 4 പേരെ കേൾക്കുന്നത് ചെയ്യിപ്പിക്കണം. മീൻസ് 5 പേര് 2 ടീമായിട്ട്. ഓക്കെ, ഇപ്പോ എന്താണ് ബിന്ദുജയ്ക്ക് ഒരു ടീമിനെ തരയാണ്. ഓക്കെ, ബിന്ദുജ, ഉമേഷ് അല്ലെ? ബിന്ദുജയുടെ ടീമിൽ 5 പേരുണ്ടാവും, ബിന്ദുജ ഉൾപ്പെടെ 5 പേര്. ഓക്കെ, ദെൻ ലുതിയുടെ ടീമിലും 5 പേര്. ഓക്കെ, ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കുട്ടികൾക്ക് വേണ്ടി നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടോപ്പിക് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺവെർസേഷൻസ് മാത്രമായിരിക്കണം. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയൂ ഒരു ടോപ്പിക്കിന്റെ? എക്സാമ്പിൾ ഡോറ എക്സ്പ്ലോർ കണ്ടിട്ടുണ്ടോ? ഡോറ ബുജിയാണോ? അല്ലേ? ഓക്കെ, അതില് അതാണ് ഇവിടെ സ്ഥിരം കാണുന്നത്. സ്ഥിരം കാണുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു അഭിനയ പാഠവത്തിന്റെ ആവശ്യമൊന്നുമില്ല അല്ലെ? പക്ഷെ ഡോറയിൽ എത്ര കഥാപാത്രങ്ങളുണ്ട്? 5 പേരുണ്ടോ? അല്ല. അപ്പൊ ഞാനൊരു ഓപ്ഷൻ പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കാർട്ടൂൺസ് എടുക്കാം. ഓക്കെ, ഇഷ്ടമുള്ള കാർട്ടൂൺസിൽ 5 കഥാപാത്രങ്ങൾ നിങ്ങളാണ്. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഇത്രയും പേരെ കൂടെ പിൻ ചെയ്ത് കാണിക്കാൻ പറ്റുള്ളൂ എന്നാണ്.
അപ്പൊ ഇത് അത്യാവശ്യം സമയം എടുത്ത് പ്രിപ്പയർ ചെയ്താൽ മതി, പെട്ടെന്നൊന്നും വേണ്ട കേട്ടോ. ടീച്ചറെ ഒരു റോൾ പ്ലേ ഉണ്ടായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കണം കേട്ടോ. യെസ്, നിങ്ങളത് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്തോളൂ. 5 പേര് ആരൊക്കെ വേണമെന്ന് വില്ലിംഗ് ആയിട്ട് വരുന്നവർ ആരെങ്കിലും വന്നോട്ടെ, കുഴപ്പമില്ല. വരുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഓരോരുത്തരുടെ പേര് സെലക്ട് ചെയ്താൽ മതി കേട്ടോ. എല്ലാവരും വന്നോളൂല്ലേ? എല്ലാവരും വരണം. 5 പേര് കേട്ടോ, 4 പേര് വന്നാൽ ഏതെങ്കിലും ഒരു കാർട്ടൂൺ മൂവിയുടെ ഒരു പർട്ടിക്കുലർ ഒരു സീൻ എടുത്തിട്ട് ചെയ്താൽ മതി അല്ലേ? ആ സീൻ എടുത്തിട്ട് ചെയ്താൽ മതി. മനസ്സിലായില്ലേ? എനിക്ക് കാര്യം മനസ്സിലായില്ലേ? മനസ്സിലായി. തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും വീഡിയോ കണ്ടിട്ട് അതിൽ നിന്ന് ചാറ്റ് യൂട്യൂബിൽ ഒരു വീഡിയോസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് നല്ല കണ്ടന്റ് കാണുകയാണെങ്കിൽ അത് പ്രസന്റ് ചെയ്യാം കേട്ടോ. കുട്ടികൾക്ക് കാർട്ടൂൺ നല്ല ഈസി ആയിട്ട് വരും അല്ലേ? കുട്ടികൾക്ക് കാർട്ടൂൺ നല്ല ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റല്ലേ? ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യണം. കുറച്ച് തമാശയൊക്കെ പറയാൻ പറ്റും. അതൊക്കെ മിക്സ്ഡ് ആവണം കേട്ടോ. കോമഡി വേണം, കുറച്ച് നമുക്ക് ചിരിക്കാവുന്ന രീതിയിലാണ് റോൾ പ്ലേ വേണ്ടത്. ഓക്കെ, മലയാളത്തിലും ഇംഗ്ലീഷിലാണോ? ഏത് ലാംഗ്വേജും ചൂസ് ചെയ്യാം. അതെ, 5 പേര് തന്നെ പറ്റുള്ളൂ. എക്സ്ട്രാ വരികയാണെങ്കിൽ അവരുടെ ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് എത്രത്തോളം അതിൽ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് അത് നോക്കിയിട്ട് ചെയ്താൽ പറ്റും കേട്ടോ. അത് കൂടുതൽ വേണ്ട. കുറെ പേരായി കഴിഞ്ഞാലും ഒരു കൺഫ്യൂഷൻ ആവും, അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ ഇതിന് ശേഷം പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യോഗ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിനെപ്പറ്റി പിന്നെ അടുത്ത ക്ലാസ് പറയാം. യോഗ ചെയ്തിരുന്നോ നിങ്ങൾ ക്ലാസ്സില്? ഇല്ല, ഫസ്റ്റിലേ ചെയ്തിട്ട് ഇപ്പൊ ഒന്നും ചിന്തിക്കാൻ സമയമില്ലാത്തതുകൊണ്ടായിരുന്നു. യോഗ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു അരമണിക്കൂർ കഴിയും, അത് നമുക്ക് പോർഷൻസ് പോകില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതൊക്കെ ബ്രീഫ് ചെയ്തിട്ടുണ്ട്, വളരെ ചെറുതായി. പക്ഷെ 1-2 എക്സസൈസ് വെച്ചിട്ട് ആദ്യം ഞാൻ കാണിച്ചതും പിന്നീടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, എന്നോട് ഒരു കുട്ടി തമാശക്ക് ഏതൊരു ക്ലാസ്സിൽ ചോദിച്ചു, ടീച്ചറെ ഈ യോഗ ചെയ്യുന്ന സമയത്ത് നമുക്ക് ശവാസനം ഒന്ന് എടുത്താലോ? അപ്പൊ പിന്നെ ഒന്നും ചെയ്യണ്ടല്ലോ, ഒന്നും ചെയ്യണ്ട, വളരെ സിമ്പിൾ. ഭയങ്കര മടിക്കായിരുന്നു. അത് വേണോ ഇത് വേണോ, ഇത് വർക്ക് കൊടുക്കുമ്പോഴോ അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ ടീച്ചറെ? അപ്പൊ യോഗ വന്ന ദിവസമാണ് ടീച്ചറെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ശവാസനം ചെയ്യാം 1 മണിക്കൂറത്തേക്ക്. അപ്പൊ കഴിഞ്ഞു, പൂർണ്ണമായി അത്. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. കേട്ടോ. അപ്പൊ ഇന്ന് സ്പീച്ചിന് പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സ്പെഷ്യൽ അങ്ങോട്ട് താങ്ക്സ് പറയണം. പറയാൻ പറ്റാത്തവർ അത് എക്സ്പീരിയൻസ് ചെയ്ത് മാറിക്കോളും. നിങ്ങളെ കോഴ്സ് കഴിയുന്ന അനുസരിച്ചിട്ട് എന്താണ് നിങ്ങളെ കുറച്ചും കൂടി മുന്നോട്ട് വന്നു. കുറെ പേർക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മീൻസ് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്, കാരണം നിങ്ങളുടെ കുഴപ്പമല്ലത്, പ്രാക്ടീസ് ചെയ്യാത്തതിന്റെയാണ്. ഓക്കെ, താങ്ക് യു. ശരി, താങ്ക് യു.